ഹായ്, വില്ലേജ് സൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചീര കൃഷി ചെറുതായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. നവംബർ മാസമാണ് നട്ടത്. അപ്പോൾ 20 രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടാണ് ചീര നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ കൂട്ടത്തിൽ പച്ചച്ചീരേൻ്റെ തൈന്ന് കിട്ടിയ വിത്തും കൂടി നട്ടിട്ടുണ്ട്. ആദ്യം ഇത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് അതിൽ കുറച്ച് കരിയില കത്തിച്ച ചാരം ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ നട്ടിട്ട് 1-2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കും. അപ്പോൾ വിത്ത് നട്ടതിന് ശേഷം ഇങ്ങനെ നനയ്ക്കുന്ന തുടരണം. അപ്പോൾ ഒരു തവണ വിത്ത് നട്ടാൽ ഒരു തവണയെല്ലാം നനയ്ക്കാം. അപ്പം നവംബർ മാസമാണ് ഞങ്ങൾ നട്ടത്. അപ്പം 2-3 ദിവസം കൊണ്ട് ഈ തൈയെല്ലാം മുളച്ച് വരും. മുളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതും അതിൻ്റെ വെള്ളവും അതുപോലെ ചാണകപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വളരും. ഇത് മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റിയിട്ട് വേറെ ഇതാക്കി നട്ട് പിടിപ്പിക്കണം. എല്ലാം അടുത്തടുത്തായിട്ട് തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നല്ല വളർച്ചയുണ്ടാവില്ല. അതുകൊണ്ട് മാറ്റി നട്ട് പിടിപ്പിക്കണം. അപ്പോൾ ആരോഗ്യമുള്ള ഒരാൾ 50 ഗ്രാം ഇലക്കറി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ്. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ എ എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇലക്കറി എന്നും കഴിച്ച് കഴിഞ്ഞാൽ ദഹനത്തിനും ശോധനക്കെല്ലാം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചീര നട്ടുപിടിപ്പിക്കുക. ചെറിയ അടുക്കളത്തോട്ടം വീട്ടിലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ രാസവളമൊന്നും ഇല്ലാത്ത നല്ല ഇത് പച്ചക്കറികൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ച ചീരൻ്റെ വീഡിയോ കാണിക്കാം. അതിൽ നമ്മൾ ഇത് കടയിൽ നിന്ന് 20 രൂപേൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിയത്. അതിൽ നിന്ന് അധികം തൈകളൊന്നും കിട്ടിയിട്ടില്ല. ചുവന്ന ചീരയാണ്. അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു പച്ചച്ചീരേൻ്റെ വിത്ത് ഉണ്ട്. ആ വിത്ത് കണ്ടിട്ടാണ് കൂടുതൽ പച്ച നിറമുള്ള ചീര കിട്ടിയത്. അപ്പോൾ വീഡിയോ കാണിക്കാം. വീട്ടിൽ ചീര നട്ടത് കാണിക്കാം. ഇതാണ് ചീര. പച്ചച്ചീരയാണ് കൂടുതലുള്ളത്. ചീര വേനൽക്കാലത്ത് സാധാരണ നടുവാൻ വെക്കുന്നുണ്ട്. നല്ലോണം മണ്ണെല്ലാം നല്ലപോലെ ഇളക്കി മറിച്ച് മറ്റേ കുറച്ച് ഇലയെല്ലാം കത്തിച്ച വെണ്ണീരും കുറച്ച് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങ് വിത്ത് നട്ട് മുളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറിച്ചിട്ട് മാറ്റി നടുക. കൃത്യമായ അകലത്തിൽ മാറ്റി നട്ട് കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം നനച്ച് കഴിഞ്ഞാൽ ചീര നന്നാവും. ചീര നല്ലതാണ് ശരീരത്തിൻ്റെ. പിന്നെ ഇലക്കറി 50 ഗ്രാം ഇലക്കറി കഴിക്കണമെന്നാണ് ഒരാൾ. ഇലക്കറി കഴിച്ചാൽ നല്ലതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ എ കാര്യങ്ങളെല്ലാം ഉള്ള ഇലക്കറി നിർബന്ധമായിട്ടും കഴിക്കേണ്ടത്. ചീര ഉപ്പേരി വെക്കാം. അതുപോലെ തന്നെ പരിപ്പിട്ടിട്ടെല്ലാം വെക്കാൻ പറ്റും.
മുളപ്പിച്ചതാണിത്. മുളപ്പിച്ച ചീരേൻ്റെ തൈകളാണ് കാണുന്നത്. ഇത് മാറ്റി നട്ടത് അപ്പുറത്തുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ഇഷ്ടംപോലെ തൈകളുണ്ട് കണ്ടില്ലേ. ഇതിൽ നിന്ന് അരിഞ്ഞിട്ട് വറുക്കാനേ ഉള്ളൂ, വീട്ടാവശ്യത്തിന് അങ്ങനെ മാറ്റി നട്ടിട്ടില്ലെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം നനച്ച് കഴിഞ്ഞാൽ ഇതാകാം. മാറ്റി നട്ട് കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ വളരും. അതാണ് എൻ്റെ പ്രത്യേകത. എന്താ, ഇത് കടയിൽ നിന്ന് വാങ്ങിയ വിത്തല്ല, ഇത് ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയ തൈൻ്റെ മുകളിലുള്ള വിത്തായത്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ ചീരത്തൈകളുണ്ട്. അപ്പോൾ ഒരാളെ 50 ഗ്രാം ഇലക്കറികൾ കഴിക്കണം എന്നാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ഇലക്കറികൾ നല്ലതാണ്. ചീര നട്ടതാണ്. ഇത് അധികം തൈകൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം തൈകൾ ഉണ്ടായിട്ടില്ല, കാണില്ല. എന്നാലും തൈകൾ ആവശ്യത്തിനുണ്ട്, നമ്മളെ ആവശ്യത്തിന് കിട്ടിയിരുന്നു. പക്ഷെങ്കിൽ കണ്ട പച്ചച്ചീര ഇഷ്ടം പോലെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.